നമസ്കാരം. ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ ഹിന്ദിയിലുള്ള 2 വീഡിയോകൾ. ഒന്ന് ഒരു രസകരമായ ഒരു വീഡിയോയാണ്. അത് തമാശന് വേണ്ടി ആയിരിക്കാം അത് ചെയ്തത്. എങ്കിലും അത് എന്നെ നല്ല മാനസികമായിട്ട് സ്പർശിച്ച ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് 2 ചെറിയ വീഡിയോ ക്ലിപ്പുകളും കാണിച്ചുകൊണ്ട് നിങ്ങളോട് അതിനോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്നത് ഇവിടുത്തെ സാമൂഹിക മാധ്യമങ്ങളുടെ കൂടെയൊക്കെ തമാശ രീതിയിൽ വ്ളോഗർമാർ ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്കുപരി ഒരു കോണ്ടൻ്റായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അതായത് പ്രത്യേകിച്ച് ദലിതിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് മുഖ്യധാരയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൾ, അതായത് പ്രത്യേകിച്ച് ഈ വീഡിയോ നോർത്ത് ഇന്ത്യൻസിൻ്റെ വീഡിയോകളാണ്. നിങ്ങൾ തമാശന് ചെയ്ത വീഡിയോ ആണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കരുത്. ഞാനത് വീണ്ടും പറയുകയാണ്. ചിലപ്പോൾ തമാശയ്ക്ക് വേണ്ടി എടുത്ത വീഡിയോ ആയിരിക്കാം. എങ്കിലും 80-90% നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു അവസ്ഥയാണ് ആ വീഡിയോ കാണിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഞാൻ നോർത്ത് ഇന്ത്യയിൽ 14 വർഷം ജോലി ചെയ്ത ഒരാളാണ്. ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ആ നോർത്ത് ഇന്ത്യൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എല്ലാ നോർത്ത് ഇന്ത്യൻസുമല്ല, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. പട്ടികജാതി, പട്ടികവർഗ, ദലിത്, ആദിവാസി സമൂഹങ്ങൾ. അവർക്ക് അവരുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും അവർ ഈ രീതിയിലൊക്കെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. പിന്നെ ബിസിനസ് അവിടെ ഏകദേശം ദലിത് കമ്മ്യൂണിറ്റികളിലൊക്കെ തീരെ കുറവാണ്. തീരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടില്ല. ദലിത് സമൂഹം അല്ലെങ്കിൽ പട്ടികജാതി, പട്ടികവർഗ, ആദിവാസി സമൂഹങ്ങൾ അവരുടെ സമൂഹത്തിനിടയിൽ വല്ലതും ചെറിയ ചെറിയ ചില്ലറ കച്ചവടങ്ങളൊക്കെ, അതായത് പബ്ലിക്കായിട്ട് ഇറങ്ങി വലിയ കച്ചവടങ്ങളൊന്നും അവരില്ല. അവിടെ 80% മറ്റുള്ള ബ്രാഹ്മണ അങ്ങനെ വലിയ മേൽജാതിക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ ശൂദ്രം വർഗത്തിൽപ്പെട്ടവരൊക്കെയാണ് കൂടുതലും ബിസിനസ്സുകളും ഒക്കെ നടത്തുന്നത്. അവരിലും ഒരു 70-60% വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ആൾക്കാരാണ്, പ്രായമുള്ളവർ. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സാമാന്യം കേരളത്തെ കണ്ട് അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ യോഗ്യതയെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്പോഴും വിദ്യാഭ്യാസമൊന്നുമില്ല എന്നും കൂടെ ഞാൻ പറയാം. ഈ സൗത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് 4/1 പോലും ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒന്നും വിദ്യാഭ്യാസമില്ല. അതിനോട് കമ്പയർ ചെയ്യണമെന്ന് വരികയും പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ മാത്രമേ ഏകദേശമൊക്കെ, നോർത്ത് ഈസ്റ്റിലും അത്രയും പറ്റത്തില്ല എങ്കിലും അവിടെ മതപരിവർത്തനം ചെയ്ത, നിങ്ങൾ പറയുമ്പം മതപരിവർത്തനം ചെയ്ത ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ദലിത് സമൂഹത്തിന് നന്നായിട്ട് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടി അവിടെ നിലനിൽക്കുകയാണ്. അപ്പം ഞാൻ മതപരിവർത്തനത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയാൻ വരുന്നത്. ഇവിടുത്തെ പട്ടികജാതി, പട്ടികവർഗ, ദലിത് സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെയും ഇനിയും വരാൻ ഒരു കാഴ്ച വരാൻ ഏകദേശം അതേപോലെ തന്നെയൊക്കെ നടക്കും എന്ന് പ്രവചിക്കുന്ന മറ്റൊരു വീഡിയോയും അത് കാണിക്കുന്ന ഒരു വീഡിയോയും കൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ വേറൊരു വീഡിയോ അപ്പം കാണിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ വീഡിയോ നിങ്ങൾ കാണണം. അതായത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇവിടുത്തെ ദലിത് സമൂഹത്തിന് അത് ഒരു പാഠമാണ്. ആ ദലിത് സമൂഹം ഈ കേരളത്തിലെ ദലിത് സമൂഹം എന്ത് സുഭിക്ഷമായിട്ടാണ് കഴിയുന്നതെന്നും എന്ത് സുന്ദരമായിട്ടാണ് ജീവിക്കുന്നതെന്നും നാം മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ
ബീഹാർ സംസ്ഥാനങ്ങളും ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമൊക്കെ വരുന്ന അതിഥി തൊഴിലാളികളിൽ 95% ആൾക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരും ഒരു 5% മുസ്ലിങ്ങളുമാണ് ഇവിടെ ജോലിക്ക് ആയിട്ട് ഈ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരത്തിന് ആ സംസ്ഥാനങ്ങളോ ആ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികൾക്കോ അവരുടെ ജീവിത നിലവാരം ഉയർത്തി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം അവർക്ക് ഹൈന്ദവ മതത്തിൻ്റെ മേലാളച്ചട്ട അണിഞ്ഞുകൊണ്ട് അവരുടെ രാജ്യം പടുത്തുയർത്തുന്നതിന് മാത്രം അവരുടെ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് അവരുടെ ഭരണം മുന്നോട്ട് നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്ന് നോർത്ത് ഇന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ അവർ ജാതീയതയല്ല പറയുന്നത്, ജാതി പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചു പോകത്തില്ലാത്തത് കൊണ്ടാണ് മതം പറയുന്നത്. മതം ഒരു ഫാക്ടറായിട്ട് അവർ സംഘടിപ്പിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ ബേസിൽ അവർ പറയുന്നത്. ജാതീയത പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുമല്ലോ. അപ്പം ആ ജാതീയതയെക്കുറിച്ചും ഞാനൊരു ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഒരു സന്യാസി ദലിതിനെക്കുറിച്ചും ദലിത് വിവാഹങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ ഉണ്ടത്. ഈ സമൂഹം, ദലിത് സമൂഹം, മറ്റ് സമൂഹം ഉൾക്കൊള്ളണോ വേണ്ട എന്നൊക്കെ അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അത് ചിന്തിച്ച് പ്രവർത്തിക്കുക. അപ്പം ഞാനൊരു ദലിത് ക്രൈസ്തവനാണെന്ന് എനിക്ക് എങ്ങും വിളിച്ചു പറയുന്നതിനകത്ത് ഒരു മടിയുമില്ല. പ്രത്യേകിച്ച് കാരണം ഞാൻ എൻ്റെ ജാതിയെ മറച്ചു വെച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു ദലിത് ക്രൈസ്തവനാണ്. ഞാൻ മതം മാറിയവനാണ്. ഞാനായിട്ട് മാറിയതല്ല, എൻ്റെ പൂർവികർ, അതായത് എനിക്ക് ഓർമ്മ വെച്ചതിന് മുമ്പ്, അതായത് എൻ്റെ മാതാപിതാക്കളും ജനിക്കുന്നതിനും മുമ്പ്, അപ്പം ഏകദേശം എനിക്കിപ്പോൾ ഒരു 50 വയസ്സിന് മേളിലായി, എൻ്റെ മാതാപിതാക്കൾക്ക് 70 വയസ്സായി. അവരുടെയും പിതാക്കന്മാരുടെ അപ്പനപ്പൂപ്പന്മാരാണ് മതം മാറിയ ക്രൈസ്തവരായത്. പക്ഷേ ഇന്നും ഞാനും നിങ്ങളുമൊക്കെ അതേ ഏത് ലേവലിലാണോ? കാരണം ഇന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു 6-7 തലമുറയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമ്മുടെ മതത്തിൻ്റെ, അതായത് മതത്തിൻ്റെ അല്ല, നമ്മുടെ ജാതീയതയെ ഈ രാജ്യം ഏത് രീതിയിലാണ് നിലനിർത്തുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നത്തെ തലമുറയിലെ ദലിത് ക്രൈസ്തവരും ഒക്കെ ഉള്ള ആൾക്കാർ. കാരണം ഈ ഇപ്പോൾ മതം മാറിയ ആൾക്കാരുടെ കാര്യം അപ്പം ആലോചിച്ച് നോക്കുക എന്താണെന്ന്. ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ പോലും ഇല്ല ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാരൊക്കെ ഈ ക്രൈസ്തവ മതം സ്വീകരിച്ച നാളുകളെക്കുറിച്ച്. അവർ പോലും ആ മതം സ്വീകരിച്ച ആൾക്കാരെ പോലും ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിട്ടും ഇന്നും ഞങ്ങളൊക്കെ ദലിത് ക്രൈസ്തവരായിട്ട് തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലനിൽക്കുന്നത്. ഞങ്ങളതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടമല്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ സങ്കടം അല്ല ഒരിക്കലും പറയുന്നത്. ഈ സങ്കടമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ ക്ലിപ്പുകളൊക്കെ എടുത്ത് കേട്ടാൽ അതാ ഉണ്ടോ ഒരു ദലിത് ക്രൈസ്തവൻ പറയുന്നത് അവനെ ദലിത് ക്രൈസ്തവനായിട്ട്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നതും, അതല്ല ഞാൻ പറയാൻ വന്നതും. ഇതൊന്നുമല്ല, എൻ്റെ സങ്കടം നിങ്ങളെ അറിയിപ്പിക്കുകയല്ല. ഈ ദലിത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു രസകരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പം ഇവിടെ ദലിതിൻ്റെ ഏത് അവസ്ഥകൾ എങ്ങനെയൊക്കെ നീങ്ങിപ്പോകുമെന്ന് നമ്മുടെ ബ്ലോഗർമാരൊക്കെ ചെറിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പം ആ നോർത്ത് ഇന്ത്യയിലൊക്കെ വിവരം വെച്ച ആൾക്കാർ, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ നോർത്ത് ഇന്ത്യയിൽ മതപരിവർത്തനം കൊണ്ട് ആക്ഷേപിച്ച് ദലിത് ക്രൈസ്തവരെയും അതുപോലെ തന്നെ ഇവിടുത്തെ കേരളത്തിലെ കേരളത്തിൽ നിന്ന് പോകുന്ന മിഷണറിമാരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. നാമമാത്രമായ ആൾക്കാരേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിലെ മിഷണറിമാർ. അതായത് അവരെയൊന്നും പാസ്റ്റർമാരെയോ അച്ഛന്മാരെയോ ഉപദേശിമാരെയോ ഒന്നും കാരണം അവർ ഉപദ്രവിക്കുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ ചിന്താഗതികളൊക്കെ ഉണ്ട്. നമ്മുടെ മലയാളികളുടെ ചിന്താഗതി മറ്റൊന്നാണ്. കാരണം നിങ്ങളെ നന്നാക്കി എടുത്ത് അതായത് വിദ്യാഭ്യാസം തന്നുകൊണ്ടൊക്കെ നിങ്ങളുടെ ജീവിത നിലവാരങ്ങളെ ഉയർത്താനാണ് ഇവിടുത്തെ കേരളത്തിലെ മിഷണറിമാരായാലും പാസ്റ്റർമാരായാലും
ക്രൈസ്തവ സഭകളായാലും ഒക്കെ മുന്നോട്ട് മുതിരുന്നത്. അപ്പം അവരുടെ മേൽ കുതിര കയറുക എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻസ് അല്ല, ഈ കേരളത്തിലും ഇപ്പം വർഗീയ വിഷയങ്ങളൊക്കെ ഒരുപാട് ചീറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ വിഷയങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അപ്പാടെ നിന്ന് കത്തിക്കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ അത് ഈ വീഡിയോകളൊക്കെ കണ്ട് ആസ്വദിക്കുക. കാരണം ഇവിടെ ഈ മറ്റ് ദലിത് സമൂഹങ്ങൾക്ക് ആസ്വദിക്കാൻ ആസ്വാദനം അത് തരുന്നില്ല. പക്ഷേ മറ്റ് സമുദായ ദലിത് സംഘടനകൾക്കോ അല്ലാതെ മറ്റ് ബ്രാഹ്മണ, വൈശ്യ, ശൂദ്ര മത ജാതി സംഘടനകൾക്കും അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആഘോഷിക്കാനും ആശ്വസിക്കാനും ഒക്കെയുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗ ദലിത് സമൂഹം കമ്മ്യൂണിറ്റികളൊക്കെ ഇനി നേരിടാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ആ ബ്ലോഗ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ബ്ലോഗാണ് എനിക്ക് നൊന്തത്. കാരണം ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഈ വരുന്ന 80% മുകളിൽ വരുന്ന ദലിത് സമൂഹത്തിന് വിദ്യാഭ്യാസമില്ല എന്നുള്ളതിൻ്റെ ഏക തെളിവുകളാണ് ഈ കാണിക്കുന്ന ഈ ബ്ലോഗ്. അപ്പോൾ അവരത് ആനന്ദിച്ച് ആഘോഷിക്കുകയാണ്. നമ്മുടെ മലയാളികൾക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൻ്റേതായ സാമൂഹിക അറിവുകൾ നേടണമെന്നൊന്നുമില്ല. എങ്കിലും അവർ വിദ്യാഭ്യാസത്തിൽ അവർ മുന്നിലാണ്. അവർക്ക് 4 അക്ഷരം പറയാനും പഠിക്കാനും വായിക്കാനും എഴുതാനും അവരുടെ ചിന്താഗതികളെ അവരുടെ ജീവിതമാർഗത്തിൽ അവർക്ക് പഠിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് അഗാധമായ പാണ്ഡിത്യമൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് കേരളത്തിലെ 97%. ഒരു 3% എവിടെ ഉണ്ടാവുമല്ലോ പഠിക്കാനും അലമ്പും നടന്ന് വിദ്യാഭ്യാസം ഇല്ലാതെ നടക്കുന്ന ആൾക്കാർ. അത് ഇവിടുത്തെ മാതാപിതാക്കളുടെ ഒന്നും കുഴപ്പമല്ല. ചില കുഞ്ഞുങ്ങൾ അങ്ങനെയായി പോകുന്നതാണ്. അതവർക്ക് രോഗാവസ്ഥയിലുണ്ടാകാം, അവരുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചൊക്കെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു 3% ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പം 97%, ഒരു 3%മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതിനുശേഷം ഞാൻ അതിന് ബാക്കി കാര്യങ്ങൾ പറയാം. अंकल इधर आसपास कहीं बनाना मिलेगा? बनाना? हाँ, क्या बनाना? बनाना बनाना नहीं मतलब आगे जाके पूछिए। आगे पूछे। हाँ आगे मतलब बनाना रहता कोनो अथी है, फल का नाम है बनाना। हाँ आगे फल है फल आगे अंकल इधर आसपास कहीं बनाना मिलेगा? हाँ जी बनाना बनाना हाँ इधर कहीं मिलेगा। कहाँ मिलेगा? देखिए न मंडी है ढूंढ के देखिए। आगे मंडी मिलेगा। मंडी है यहाँ से वो मंदिर तक देखिए ना दोनों तरफ जाके। अंकल हाँ इधर आसपास कहीं बनाना मिलेगा? बनाना इधर नहीं मिलेगा, वो जो है पूर्णिया तरफ मिलेगा। यहाँ बनाना नहीं मिलता है? नहीं यहाँ नहीं मिलता है बनाना, पूरे मार्केट में कहीं नहीं मिलेगा? कहीं नहीं मिलेगा बनाना। आसपास कहीं बनाना मिलेगा? पापा कौन सा बनाना? बनाना चाहिए हमको। क्या चीज बनाना? बनाना, उसको बनाना बोलते हैं। वो होता था ब्राह्मणों ने ऐसा गले में हंडी टांग के पीछे झाड़ू बांध के चलने के लिए बता रहा था दलितों को, उसका थूक भी जमीन में नहीं गिरना चाहिए, ऐसा ये करके दिखा रहा है रियल में। और ये बात सही है, हिंदू राष्ट्र बनने के बाद ऐसा ही होने वाला है। मेरे दलित भाइयों को समझना चाहिए। जो लोग कहते हैं जात पात की करो विदाई, हिंदू हिंदू भाई भाई, ये कोई भाई नहीं है। देख लिया ना अभी यूजीसी कानून लागू होने नहीं दिया। अगर कानून लागू होने नहीं देने का मतलब यही है कि आप लोगों को भविष्य में ये करवाने वाला है फिर से दोबारा। आप लोग समझो, इस वीडियो को शेयर करो इतना कि सबको समझ में आना चाहिए। അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, 2 വീഡിയോ ആണ് ഞാനിപ്പോൾ ഒന്നിച്ച് കാണിച്ചത്. ആ വീഡിയോയിൽ ഒരു കച്ചവടക്കാരനെ ഒരു ബ്ലോഗർ ഇത് കാണിച്ച് ചിരിക്കാനുള്ള വക നമുക്ക് തന്നത് കണ്ടല്ലോ. അതിനുശേഷം വേറൊരു ബ്ലോഗർ ഒരു ദലിതൻ്റെ ഈ ഹിന്ദുരാഷ്ട്ര അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഒരു ദലിതന് സംഭവിക്കുന്ന ഒരു അവസ്ഥ അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ദലിതൻ, പട്ടികജാതിക്കാരൻ, പട്ടികവർഗക്കാരൻ, ദലിത് സമൂഹം, അതായത് പിന്നെ ഇവിടുത്തെ അവർണർ
ിൽപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും വരാം എന്ന് അവർ മുൻകൂട്ടി കണ്ട ഒരു ബ്ലോഗാണ്. അത് നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി ആ ബ്ലോഗർ നമ്മളോട് വരച്ചു കാട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് മറ്റൊരു വീഡിയോയുടെ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ അടുത്ത അതിനെക്കുറിച്ച് ഞാനത് സംസാരിക്കും. ब्राह्मण समाज जो है अपनी बेटी की शादी दलितों से करेंगे? कभी नहीं, क्यों करेंगे? हम वर्ण संकरता के सदा से खिलाफ रहे हैं। समानता है कि नहीं श्री? इससे समानता थोड़ी आती है। अब आप घोड़े की शादी शेर से करा दो, कैसे हो सकता है? गाय की शादी बकरी से करा दो, बैल से करा दो, कैसे हो सकता है? गाय की शादी बकरे से नहीं हो सकती, गाय की शादी तो बैल से होगी। वैसे ही है, यह जो वर्ण व्यवस्था इसीलिए बनती है। നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദലിത് പെൺകുട്ടിയെ നിങ്ങളുടെ സമൂഹത്തിൽ വിവാഹം കഴിക്കാൻ, ആ ദലിത് സമൂഹത്തിൽ അതെങ്ങനെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം ബ്രാഹ്മണ സമൂഹത്തിൽ ഒരു ദലിതിനെ വിവാഹം കഴിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രാഹ്മണ സമൂഹത്തിലെ നേതാവ് പറയുന്ന കാര്യം, സന്യാസി പറയുന്ന കാര്യം, ഇവനൊക്കെ ഏത് രീതിയിലാണ് അപ്പം നമ്മളെയൊക്കെ കാണുന്നത്, ഇന്നും കാണുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ മതം നിങ്ങളെയോ എൻ്റെയോ ഉൾപ്പെടുന്നില്ല. കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവൻ ബ്രാഹ്മണനാണ്. മതം പറയുന്ന ഈ നാറികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിൽക്കണോ വേണ്ടായോ എന്ന് നിങ്ങൾ തന്നെയാണ് ശോധന ചെയ്യേണ്ടത്. ഇവിടെ ക്രൈസ്തവ മതത്തിൽ ഒരു ബ്രാഹ്മണൻ വന്ന് അവൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് അന്നേരം മറ്റൊരു ചിന്തയുടെ ഉയരും. ഇവൻ നമ്മളെ ഭരിക്കാൻ അർഹനാണോ ഇല്ലയോ എന്ന് നമ്മൾ ആ മതസംബന്ധമായിട്ട് കാര്യങ്ങൾക്ക് നമ്മളത് തീരുമാനിക്കും. എങ്കിലും ഈ പറഞ്ഞ ഇവൻ ഒരു പട്ടിയോടും പശുവിനോടും ആടിനോടും കാളയോടും ഒക്കെ കൂട്ടിയാണ് ദലിതൻ്റെ ജീവിതാവസ്ഥ ഇവൻ വിവരിച്ചത്. ഈ നാറിയുടെയൊക്കെ പ്രസ്ഥാനത്തിനകത്ത് നീയൊക്കെ ആയിട്ടല്ലടാ ദലിത് അത് ഇപ്പോഴും നിൽക്കുന്നത്. എന്തിനാടാ നിന്നെ വേണ്ടാത്ത നാറിയുടെ കൂടെയൊക്കെ നീയൊക്കെ നിൽക്കുന്നത് എന്നാ എനിക്കിപ്പം ചോദിക്കേണ്ട ഒരു ഗതികേടുണ്ടാകുന്നത്. കണ്ടില്ലേ അവൻ ആ ബാസ്റ്റേഡ് പറയുന്നത്? തന്തയില്ലാത്തവൻ പറഞ്ഞത് കേട്ടില്ല നീയൊക്കെ? ആ ഒരു ദലിതിനെ പ്രേമിച്ചു പോകുന്ന ഒരു രണ്ട് കാമിതകളുടെ കാര്യമല്ല അയാൾ പറഞ്ഞത്. നിൻ്റെ സമൂഹത്തിലെ ഒരു കുട്ടിയെ വിവാഹം കഴിച്ച് ബ്രാഹ്മണ സമൂഹത്തിലേക്ക് കൊണ്ടുചെല്ലാൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ പട്ടിയും പൂച്ചയെക്കുറിച്ചാണ് നിൻ്റെയൊക്കെ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നീ അതൊക്കെ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമേ നീയൊക്കെ ഇനിയും ഇവൻ്റെയൊക്കെ മറ്റേത് താങ്ങി നടക്കാവൂ. പിന്നെ എനിക്കിതൊക്കെ ഭാഷാപരമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് പരിമിതികളുള്ളത് കൊണ്ടാണ് ഞാൻ ചവിട്ടി. എൻ്റെ പണ്ടത്തെ പഴയ ജീവിതത്തിലേക്കായിരുന്നുവെങ്കിൽ നിന്നെയൊക്കെ ഞാൻ തെറി പറഞ്ഞ് കൊന്നേനെ. എനിക്ക് നന്നായിട്ട് പച്ച മലയാളത്തിൽ തെറി പറയാനൊക്കെ അറിയാം. അപ്പോൾ അത് വേണ്ടാത്തത് പറയാത്തതും എൻ്റെ വളർന്നു വരുന്ന കുട്ടികളുടെ, അതായത് എൻ്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചതിന് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയെങ്കിലും നിന്നോടൊന്നും പറഞ്ഞില്ല എങ്കിൽ അതെൻ്റെ മനസ്സിനെ നോവിക്കുന്ന ഒരു വിഷയമായി മാറിക്കും. കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൻ്റെ വിങ്ങലാണ് ഞാൻ ഇപ്പം ഈ സമൂഹത്തിൽ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാടാ നീയൊക്കെ വല്ലവൻ്റെ തീട്ടം തിന്നാൻ പോകുന്നതെന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ബാബാ സാഹിബ് അംബേദ്കർ നിനക്കൊക്കെ നല്ലൊരു ഭരണഘടന സംഭാവന ചെയ്തിട്ടുള്ളപ്പം നീ അവൻ്റെയൊക്കെ മറ്റേടത്ത് വാങ്ങി നടന്നിട്ട് അവൻ്റെ മതം, അവൻ പ്രചരിപ്പിക്കുന്ന മതത്തിൻ്റെ കീഴിൽ നീയൊക്കെ അതായത് നിൻ്റെയൊക്കെ രണ്ട് കയ്യും കൊണ്ടുവന്ന് അവൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് എനിക്ക് എണീറ്റ് അവനെ തല്ലാൻ പറ്റാത്ത ഒരവസ്ഥ നീ ഉണ്ടാക്കി വിട്ടിട്ട് നീ എന്തിനാടാ ജീവിക്കുന്നത്? ആ വല്ലവൻ്റെയും തിന്നാതെ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആഹാരം കഴിക്കാനുള്ള പ്ലാൻ നീ ചെയ്യാൻ നോക്ക്. ഇതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഇനിയുണ്ട്. നിൻ്റെ വസ്തു ഈ കേരളത്തിൽ ഒരു തേവിടിച്ചി, അവളെ ഞാൻ അങ്ങനെ വിളിക്കുകയുള്ളൂ. കാരണം അവൾക്ക് ടീച്ചറെന്നൊന്നും അവളെ വിളിക്കാനൊന്നും പറ്റില്ല. അവളെ തേവിടിച്ചി എന്ന് മാത്രമേ എൻ്റെ നാവ് പൊങ്ങുന്നുള്ളൂ. കാരണം അവൾ പറയുന്നത് കേട്ട് ഇവിടുത്തെ ഹൈന്ദവൻ്റെ ഭൂമി എവിടെ പോയെന്ന്, ഹൈന്ദവൻ്റെ ഭൂമി ആര് കൊണ്ടുപോയെന്നാണ് ഇവൾ പറയുന്നത്.
കാണം വിറ്റ് ഓണം ഉണ്ടപ്പോൾ അവളൊന്നും അവിടെ പൂർവികരൊന്നും ചിന്തിക്കാൻ ആരുടെ കുഴപ്പമാണ്. ഇവിടുത്തെ ക്രൈസ്തവൻ കാശ് കൊടുത്തിട്ട് ഭൂമി വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അല്ലാതെ ഒരുത്തൻ്റെയും പിടിച്ചു പറിച്ചിട്ടില്ല. ഇവൻ്റെയൊക്കെ പൂർവികർ കേരളത്തിലെ ദലിത് സമൂഹങ്ങളെ ഓടിപ്പിച്ചയും കഥ ഞങ്ങൾക്ക് വേറെ അറിയാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കുന്നുണ്ട്. കാരണം ഇവളമാരെ പോണക്കുള്ള തേവിടിച്ച് കളി പോണ വേദികളിൽ ഓരോന്നൊക്കെ പുലമ്പുമ്പം അതിൻ്റേതായ മറുപടിയിൽ തന്നെ അവർക്ക് മറുപടി കൊടുത്തില്ല എങ്കിൽ അത് ദലിത് സമൂഹത്തിന് നന്നായിട്ട് വേദനിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ദലിത് സമൂഹമേ നീയൊന്നും ഹിന്ദു അല്ല എന്നാണ് ആ പന്ന ബാസ്റ്റേഡ് അവിടെ നിന്ന് മറ്റോ ഒരു നോർത്ത് ഇന്ത്യൻസ് ബാസ്റ്റേഡ് അവിടെ നിന്ന് പറഞ്ഞത്. കാരണം ഇവനെ ഒന്നും അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവൻ്റെയൊക്കെ പൂർവിക ചരിത്രവും അത് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വിളിച്ചത്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ നമുക്ക് അങ്ങ് സംബോധന ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബാക്കി വരുന്ന വഴിക്ക് നമുക്ക് കാണാം. നിങ്ങളുടെ എല്ലാ സാധന സപ്പോർട്ട് സഹകരണവും ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളും കാത്തിരിക്കണം എന്ന് പ്രതീക്ഷയോടെ നിങ്ങൾക്ക് വീണ്ടും ഒരു ശുഭദിനം നേർന്നുകൊള്ളുന്നു.